ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടെ രജിസ്റ്റർ API നമ്മളിവിടെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം. അതായത് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മളിവിടെ ചെയ്യുന്ന പറയുന്നത് ഒരു പാരാംസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിത് മാറ്റിയിട്ട് ആക്ച്വലി എനിക്കിതൊരു ബോഡി ആയിട്ട് വേണം സെൻഡ് ചെയ്യാനായിട്ട്. അതായത് ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി API സൈഡ് എന്ന് പറയുമ്പോൾ ക്വറി പാരാംസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പാരാംസ് എന്ന് പറഞ്ഞ് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ എനിക്ക് ഈ പാരാംസിന് പകരം ബോഡി ആയിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ട് വേണം എനിക്ക് API വിളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ .NET കോഡിനകത്ത് നമ്മളിവിടെ DTO എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, അതിനെയാണ് നമ്മൾ DTO എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 സാധനങ്ങളെ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആഡ് ന്യൂ ഫോൾഡർ. ഇവിടെ ഞാൻ കൊടുക്കുന്നത് DTO എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതിൽ ഞാനിവിടെ പുതിയൊരു ക്ലാസ് ഞാനിവിടെ ആഡ് ചെയ്യും, ന്യൂ ഐറ്റം. ഓക്കെ, അതിൽ യൂസർ DTO എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ 2 പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യും, യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ, അപ്പോൾ ഇവിടെ പബ്ലിക് റിക്വയർഡ്. ഓക്കെ, റിക്വയർഡ് യൂസർ നെയിം റിക്വയർഡ് അവിടെ സ്ട്രിങ് ആണ്. ഓക്കെ, സ്ട്രിങ് ഗെറ്റ് സെറ്റ്. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് പബ്ലിക്, തൽക്കാലം ഇങ്ങനെ കൊടുക്കാം, റിക്വയർഡ്, ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് പാസ്വേഡ്. ഓക്കെ, സോ ഈ 2 പ്രോപ്പർട്ടി ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പബ്ലിക് റിക്വയർഡ് സ്ട്രിങ് യൂസർ നെയിം, അപ്പോൾ യൂസർ നെയിമിൻ്റെ നമുക്ക് വേണമെങ്കിൽ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മേളിൽ തന്നെ നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഈ ഒരു ഫീൽഡിന് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ റിക്വയർഡ് കൊടുത്തില്ലേ, ആ റിക്വയർഡ് വേണമെങ്കിൽ എനിക്ക് ഇവിടെ കൊടുത്തിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാനിവിടെ റിക്വയർഡ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം തൽക്കാലത്തേക്ക്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ മാക്സിമം ലെങ്ത്, യൂസർ നെയിമിൻ്റെ മാക്സിമം ലെങ്ത് 100 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്വേഡിനും നമുക്ക് ഇങ്ങനെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഒരു വാലിഡേഷൻ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ DTO ഇല്ലാത്തതിനകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിനകത്ത് 2 ഫീൽഡ്സ് ഉണ്ട്, യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് കൺട്രോളറിലേക്ക് വരിക, ഈ സാധനം മാറ്റുക. ഓക്കെ, യൂസർ നെയിം പാസ്വേഡും മാറ്റിയിട്ട് നമ്മളിവിടെ യൂസർ DTO എടുക്കുക. ഓക്കെ, യൂസർ DTO എന്ന് പറഞ്ഞാൽ യൂസർ. ഓക്കെ, യൂസർ DTO എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത DTO ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ യൂസർ നെയിം ഇവിടെ മാറ്റിയിട്ട് യൂസർ നെയിം. ഓക്കെ, ഇവിടെ എന്തോ ഒരു യൂസർ മേ ബി നൾ ഹിയർ. ഓക്കെ, യൂസർ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയിം വന്നിരിക്കുകയാണ്. ഞാനിവിടെ അണ്ടർസ്കോർ യൂസർ എന്ന് പറഞ്ഞു ഇടുക. ഓക്കെ, അണ്ടർസ്കോർ യൂസറിനകത്ത് യൂസർ നെയിം. ഓക്കെ, ഇവിടെ പാസ്വേഡ് മാറ്റിയിട്ട് അണ്ടർസ്കോർ യൂസർ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും നമ്മൾ DTO എന്ന് ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. അതായത് നമുക്ക് യൂസർ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ യൂസർ നെയിം എക്സിസ്റ്റ് ആണോ ഇല്ലയെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പബ്ലിക് അസ്ട്രിങ് ടാസ്ക് ബൂള് യൂസർ എക്സിസ്. ഓക്കെ, യൂസർ എക്സിസിനകത്ത്
സ്ട്രിങ് യൂസർ നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഈ ഫംഗ്ഷനകത്ത് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ റിട്ടേൺ await context dot users dot async ഇനി അസിങ്ക്. ഓക്കെ, ഇനി അസിങ്കിനകത്ത് നമ്മൾ ഇതിനെ വെച്ചിട്ട് നമ്മളിവിടെ നോക്കും. ഓക്കെ, എക്സ് ഡോട്ട് യൂസർ നെയിം ഡബിൾ ഈക്വൽ ടു നമ്മളിവിടെ പാസ് ചെയ്യുന്ന യൂസർ നെയിം ആണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോബ് നോട്ട് ഈക്വൽ ടു ബോബ് ആണെങ്കിൽ ഇത് ആക്ച്വലി ഫാൾസ് ആയിരിക്കും. കാരണം രണ്ട് ബോബ് വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇതെന്തായാലും ഇത് ഫാൾസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ യൂസർ നെയിം ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഡോട്ട് യൂസർ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി യൂസർ നെയിം ചിലപ്പോൾ കേസ് സെൻസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബോബ്, ഈ ഒരു സ്മോൾ ലെറ്റർ ബോബ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ട്രൂ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ബിയും ഇവിടെ സ്മോൾ ബി ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നോട്ട് ഈക്വൽ ടു ബോബ് ആണെങ്കിൽ ഇത് കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ആക്ച്വലി കേസ് സെൻസിറ്റീവ് ആയിട്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ രണ്ടിലും നമ്മളിവിടെ ലോവർ കേസ് ആയിട്ട് ചെക്ക് ചെയ്യും. അതായത് ടു ലോവർ ആക്കിയിട്ട് മറ്റേതിലും നമ്മൾ യൂസർ നെയിം വരുന്ന യൂസർ നെയിമിനെ നമ്മൾ ടു ലോവർ ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഫസ്റ്റ് ഈ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ ഇഫ് യൂസർ എക്സിസ്, ഓക്കെ, യൂസർ എക്സിസിനകത്ത് അണ്ടർസ്കോർ യൂസർ ഡോട്ട് യൂസർ നെയിം ആണെങ്കിൽ എന്ന് പറയുന്നത് ഡബിൾ ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ഇവിടെ നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ആ വെയിറ്റിനകത്ത് നമ്മളിവിടെ ബാഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് റിട്ടേൺ ബാഡ് റിക്വസ്റ്റ് യൂസർ നെയിം എക്സിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസർ എക്സിസ്റ്റ് ആണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ റിട്ടേൺ ചെയ്യും. യൂസർ നെയിം എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. താഴത്തെ കോഡൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, നമ്മൾ ഇത്രയും സാധനങ്ങൾ എഴുതി. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബോഡിക്കകത്ത് ഇതൊക്കെ മാറ്റിയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഈ യൂസർ നെയിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടോം മാറ്റിയിട്ട് തോമസ് ഒക്കെ ആക്കുകയാണെങ്കിൽ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ യൂസർ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. DTO എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മളിവിടെ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നതിന് പകരം, ഓക്കെ, സ്ട്രിങ് പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ DTO ആയിട്ട് ഒരു യൂസർ DTO ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന് വെച്ചിട്ടായിരിക്കും ബാക്കി എല്ലാത്തിലും ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറേ പാരാമീറ്റേഴ്സിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു സ്ട്രിങ് വാല്യൂ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ URL പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ചൊന്ന് DTO ആക്കിയിട്ട് അത് ബോഡിക്കകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് യൂസർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ യൂസർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിട്ടേൺ യൂസർ നെയിം എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ താഴത്തെ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കൂടെ. ഓക്കെ.